ഹായ് ഫ്രണ്ട്സ്, ഡ്രീം പെറ്റൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. നമ്മൾ ഇതുവരെ ചെയ്തത് താമരപ്പൂ വിരിഞ്ഞ് നിൽക്കുന്നതും മുട്ടിട്ട് നിൽക്കുന്നതൊക്കെയാണ് ചെയ്തത്. അപ്പോൾ ഇത്തവണ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ എങ്ങനെയാണ് താമര നട്ടതെന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഞാനിവിടെ നടാനായിട്ടൊന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് D9 എന്നുള്ള താമരയുടെ കിഴങ്ങാണ്. അപ്പോൾ ഈ കിഴങ്ങ് നമ്മൾ വേറെ സ്ഥലത്തുനിന്ന് വാങ്ങിക്കുന്നതാണ്. അപ്പോൾ കിഴങ്ങ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിയുമ്പോൾ അതിൽ ഫംഗസോ അങ്ങനെയുള്ള അത് ചീഞ്ഞ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഫംഗിസൈഡിൽ 5 മിനിറ്റ് മുക്കി വയ്ക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് സാഫ് എന്നുള്ളൊരു ഫംഗിസൈഡാണ് നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ അതിങ്ങനെ 1 ലിറ്റർ വെള്ളത്തിൽ 2 മില്ലിയാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. നന്നായിട്ട് കലക്കിയിട്ട് നമ്മൾ നടാൻ ഉദ്ദേശിക്കുന്ന താമരയുടെ ട്യൂബർ വെള്ളത്തിൽ 5 മിനിറ്റ് മുക്കി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് കിഴങ്ങ് നടാനുള്ളൊരു പാത്രം എടുക്കാം. അത് 30 ലിറ്റർ വെള്ളം കൊള്ളുന്ന ഒരു പ്ലാസ്റ്റിക്കിൻ്റെ പാത്രമാണ്. നമുക്ക് എല്ലായിടത്തും കിട്ടുന്നതാണത്. ആ ഒരു പാത്രമാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലേക്ക് നമ്മൾ 4 ചിരട്ട ചാണകപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. പിന്നെ അതിലേക്ക് നമ്മൾ മണ്ണിര കമ്പോസ്റ്റ് 2 ചിരട്ട മണ്ണിര കമ്പോസ്റ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അടുത്തതായിട്ട് നമ്മളിതിൽ ചേർക്കാൻ പോകുന്നത് എല്ലുപൊടിയാണ്. ഒരു ചിരട്ട എല്ലുപൊടി കൂടി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചിരട്ട എന്ന് പറയുന്നത് നമ്മൾ അളവിന് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ചിരട്ട എടുത്തിരിക്കുന്നത്. കൂടാതെ ഇതിലേക്ക് നമ്മൾ NPK കൂടെ ഒരു 5-6 തരി NPK കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നന്നായി മിക്സ് ചെയ്തിട്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ മണ്ണ് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ മണ്ണ് ചേർക്കുമ്പോൾ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. കാരണം ഇതിൽ കല്ലൊന്നും ഇല്ലാത്ത മണ്ണാണ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത്. കാരണം ഈ താമരയുടെ ഗ്രോ ടിപ്സൊക്കെ വളരെ സോഫ്റ്റാണ്. അത് ഈ കല്ലൊക്കെ ഉണ്ടെങ്കിൽ വേരോടാനും അതുപോലെ തന്നെ വളർച്ച വരുന്ന മുകുളങ്ങളൊക്കെ ഒടിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കല്ലൊന്നും ഇല്ലാത്ത മണ്ണ് ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് പാടത്തെ മണ്ണാണ്. ആ മണ്ണ് നമ്മൾ ഈ പാത്രത്തിൻ്റെ ഒരു അരഭാഗത്തോളം നിറയ്ക്കുകയാണ്. ഇനി നമ്മൾ ആ മണ്ണിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതൊരു കുഴമ്പ് പരുവത്തിലാക്കി നമ്മൾ മണ്ണ് അമർത്തി കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ നേരത്തെ ഫംഗിസൈഡിലിട്ട് വെച്ചിരുന്ന താമരയുടെ ട്യൂബർ എടുത്തിട്ട് അത് നല്ല വെള്ളത്തിൽ നല്ലവണ്ണം കഴുകിയെടുക്കണം. അതിനുശേഷം ഈ മണ്ണിൻ്റെ അല്ലെങ്കിൽ ആ പാത്രത്തിൻ്റെ സൈഡിലായിട്ട് നമ്മളൊരു ചാല് പോലെ ഉണ്ടാക്കുകയാണ്. അത് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മൾ ഒരിക്കലും താമരയുടെ ട്യൂബർ പാത്രത്തിൻ്റെ നടുക്ക് വയ്ക്കാൻ പാടില്ല. അത് വയ്ക്കേണ്ടത് എപ്പോഴും ഈ സൈഡിൽ ചേർന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ താമര വളരുന്നത് റൗണ്ടിൽ വളർന്നു വരും. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളങ്ങനെ സൈഡിൽ ഒരു ചാല് പോലെ ഉണ്ടാക്കിയിട്ട് നമ്മുടെ താമരയുടെ ട്യൂബർ അതിൽ വച്ച് കൊടുക്കുകയാണ്. വച്ച് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലേക്ക് കുറച്ചേശ്ശെ മണ്ണിട്ട് ശ്രദ്ധയോട് കൂടിയിട്ട് അത് മൂടണം. അത് മണ്ണിടുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതിൻ്റെ ഗ്രോ ടിപ്പുകളിലൊന്നും മണ്ണാവാൻ പാടില്ല. അങ്ങനെ മണ്ണായി കഴിഞ്ഞാൽ അത് ചീഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ ഒരുപാട് ശ്രദ്ധയോട് വേണം ഇതൊക്കെ ചെയ്യാനായിട്ട്. ഇനി നമ്മൾ കിഴങ്ങ് നട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് ഒരു താമരയുടെ ഇലയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. കാരണം ചെളി കലങ്ങാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടൈലിൻ്റെ പീസോ അങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കണം. ആ പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അതിലൊരു ഇലയുണ്ട്. അത് മുകളിൽ നിൽക്കാൻ പാകത്തിനാണ് ഞാനിവിടെ വെള്ളം ചേർക്കുന്നത്. അതിനുശേഷം നിങ്ങൾക്ക് ഈ താമരയുടെ വളർച്ചയ്ക്ക് അനുസരിച്ചിട്ട് പാത്രത്തിൽ നിറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വലിയൊരു കാര്യമുണ്ട്. കാരണം നമ്മളൊരു പാത്രത്തിൽ വെള്ളം കെട്ടി നിർത്തുമ്പോൾ അതിൽ കൊതുകുകൾ പെറ്റുപെരുകാനുള്ള സാധ്യത കൂടുതലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ കൊതുകിൻ്റെ വളർച്ച തടയാനായിട്ട് നമുക്ക് ഈ പാത്രത്തിൽ ഗപ്പികളെ ഇട്ട് കൊടുക്കാം. ഇതുപോലെ നിങ്ങളുടെ താമരയിലും ഒരുപാട് പൂക്കളും മുട്ടുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. കൂടെ ഉണ്ടാവുന്നതിന് ഒരുപാട് നന്ദി.